100 സ്പീഡും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ അത് ഫിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. ഈ മാപ്പ് എങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇതിപ്പോ ക്രോപ്പ് റെസൊല്യൂഷനിലാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ ക്രോപ്പ് റെസൊല്യൂഷൻ മാറ്റണം. ക്രോപ്പ് റെസൊല്യൂഷൻ മാറ്റാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ ഈ വണ്ടി ഓടിക്കാൻ എനിക്ക് ഒട്ടും അറിയത്തില്ല. അണ്ണാ പൊള്ളാച്ചിലൊരു ലോഡുണ്ട്, ഗ്യാസ് തീരല്ലോ. എടാ ലോറിയിലോട്ട് നമ്മൾ കടന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓടിച്ചു തുടങ്ങാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് റേസിംഗ് ഇതെല്ലാം നമുക്ക് ഇത് ഞാൻ എങ്ങോട്ട് വെക്കും. കീബോർഡിന് ഇവിടോട്ട് ഇത്രയും സെറ്റപ്പ് വെച്ചിട്ട് DPP കളിക്കുന്നു. ഇല്ലല്ല, ഞാൻ ഗെയിം എടുത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ ആദ്യം നോർമൽ ഷിഫ്റ്റർ ഫ്രീക്വൻസി ഇത് മറ്റേ ഷിഫ്റ്ററിലല്ല, സീക്വൻഷ്യലല്ല, നോർമൽ ഷിഫ്റ്ററിൽ വണ്ടി ഓടിച്ച് തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി കേട്ടോ. എല്ലാവർക്കും വെൽക്കം. തുടങ്ങാം. അവിടെ തന്നെ ഇടിച്ചാ തുടങ്ങിയത് കേട്ടാ. കുറച്ചധികം പാടാണോടാ ഈ സാധനം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഞാനും ആദ്യം വിചാരിച്ചത് ഈ സെറ്റപ്പ് ഒക്കെ വരുമ്പോ ബൈക്കിന് ഈസി ആയിരിക്കും കേട്ടാ. ഇതത്ര ഈസി അല്ല. നമുക്ക് ഏതെങ്കിലും റേസ് എടുക്കാൻ പോയാലോ? അണ്ണാ VNSS കോളേജ് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? എടാ അടിപൊളിയായിരുന്നു. ലവ് ഫ്രം മോഡ്സ് ഫാമിലി. സ്റ്റീവേ, താങ്ക് യു സോ മച്ച്. സ്റ്റിയറിംഗിന്റെ POV എല്ലാം വെക്കണം. ഞാനിപ്പോ ഒരു ടെസ്റ്റ് സ്ട്രീം ആയിട്ട് കൊണ്ടുവന്ന സൗണ്ട് കൂടുതലാ ആണോ? ഒന്നിക്ക് ഞാൻ മറ്റേ ഇത് സെറ്റാക്കി തരാം. വെയിറ്റ്. ഓഡിയോ എന്താ നിങ്ങൾക്ക് കൂടെ? മാസ്റ്റർ വോളിയം ആണോ കൂടുതൽ? മാസ്റ്റർ വോളിയം ഞാനൊരു 60. കാർ വോളിയം കുറച്ച് കുറയ്ക്കാം. ടയേഴ്സ് വോളിയം, സ്വിച്ച് വോളിയം, ക്യാബിൻ വ്യൂ ചെയ്യാം. ചെയർ സിമെട്രിക് ആണ് ബ്രോ. സിമെട്രിക്കിന്റെ ചെയർ എടുത്തേക്കുന്നത്. അപ്പൊ എല്ലാരും ഡു ലൈക്ക് ദ സ്ട്രീം. ലൈക്ക് അടിക്കണേ. ക്യാബിൻ വ്യൂ എടുക്കാം. ഗ്ലാസ് ഒക്കെ പൊട്ടിയിരിക്കും. ഈ നമുക്ക് ഏതെങ്കിലും റേസ് അറ്റൻഡ് ചെയ്യാൻ പോയി ഈ റേസിൽ പോവാ. ക്യാബിൻ വ്യൂ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇതാണോ വേണ്ടേ? ഗ്ലാസ് ചെലത്തി വലയാ. എടാ ഗ്ലാസ് ഒക്കെ ഇത് ആരോ ഓടിച്ച്, ആരുമല്ല ഞാൻ തന്നെയാണ് ഇത് ഓടിച്ച്. എടാ ഇപ്പൊ സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയില്ലേ? എടാ സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയില്ലേ? സൗണ്ട് കുറഞ്ഞു പോയി. കൈസ് ഒന്ന് പറയോ? അണ്ണാ വില്ലുമോൻ എന്താ പറ്റിയ? ഓക്കെ അല്ലേ ബ്രോ? ഓക്കെ വരുവാടാ. വരും. സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയില്ലേ? ഒന്ന് ഇത് ഡിലേ ഉണ്ടോ പുല്ല്? ഇത് കിക്കില് ലൈവ് ചെയ്ത് എനിക്കാണെങ്കിൽ ഇവിടെ വരുമ്പോ മാസ്റ്റർ വോളിയം ലോ കുറഞ്ഞു. ഓക്കെ. അയ്യോ അതിൻ്റെ ഉള്ളിൽ ഒടുക്കത്തെ ചൂട് എടുത്ത് AC ശരിയായില്ല കേട്ടാ. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സെക്കൻഡ് താങ്ക് യു സെക്കൻഡ് മോനെ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഈ വണ്ടി ഓടിക്കുന്ന കമന്റ് വായിക്കുന്നതോട് ഒരുമിച്ച് പറ്റൂല കേട്ടോ. ഇത് ചില്ലറ കളിയാണെന്ന് നീയൊക്കെ വിചാരിച്ചിരിക്കണേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടോ പോയാ. കഴിഞ്ഞ ആക്സിഡന്റിൽ എന്റെ ഒരു കൈ ഊരിപ്പോയി കണ്ടോ. എക്സ്ട്രാ കൈയെ വെച്ചിരിക്കണേ. ഇപ്പൊ എക്സ്ട്രാ കൈ വെച്ചാണ് കളിക്കണേ. എന്റെ കൈ കണ്ടോ? അകത്ത് കണ്ടാ നിങ്ങളുമല്ലോ. കഴിഞ്ഞ റേസിൽ എന്റെ കൈയാണ് പോയത്. ഇനി ഒരു കൈ കൂടെ ഉള്ള എനിക്ക്. അര കിലോ കോഴി ഇടിച്ചിട്ടേ റോഡില്.
ഞാൻ ഒരു ചെറിയ പ്രോ ഒക്കെ ആയിട്ടാ. ഇന്നലെ തൊട്ട് ഞാനിത് ഗ്രൈൻഡിങ് ഇവിടെ. പോട്ടെ 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 പോട്ടെ. വണ്ടി മാറ്റാം. വണ്ടി ഇപ്പൊ മാറ്റാം. അവിടെ ചെന്നിട്ട് വണ്ടി മാറ്റാം. ഇപ്പൊ എത്തും നമ്മൾ. ഇപ്പൊ എത്തും. 1.5 മൈലേ ഉള്ളൂ. ഇപ്പൊ എത്തും. ക്രാഫ്റ്റ് പോലും ചെയ്യാതെ ഇവിടെ വരെ എത്തിയേ. ഗിയർ മാറിപ്പോയി. അത്രേ ഉള്ളൂ. പിന്നെ അല്ല, ഞാൻ ചെറിയ പ്രോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാനിത് കുറച്ച് ദിവസം ഗ്രൈൻഡ് ചെയ്തിട്ട് അസറ്റ് ഓയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാരും ഡു ലൈക്ക് ദ സ്ട്രീം. ഇടിക്കല്ലേ എന്റെ പേര് പോവാ. എന്നെ പോലെ ആരോ ഒരുത്തൻ എന്നെ പോലെ വണ്ടി ഓടിക്കുക ഏതോ അറിയാത്ത ഒരുത്തനാണ് കേട്ടോ ഓപ്പോസിറ്റ് വന്നത്. അയ്യോ ഇവിടെ ആരോ വെട്ട് എത്തിച്ചേ ബ്രോ. കൈ മാത്രമേ പോയുള്ളൂ, അതിലൂടെ വേറെ എന്തെങ്കിലും പോയോ? അൽത്താഫ് ബ്രോ താങ്ക് യു സോ മച്ച്. 2000 റുപ്പീസ് ഉപയോഗിച്ചാൽ തക്കുട് പൂച്ച വാസുണ്ണ പാട്ടൊക്കെ ആ തക്കുട് പൂച്ച താങ്ക് യു സോ മച്ച്. കൈ മാത്രമേ പോയുള്ളൂ തൽക്കാലം. ബോബി താങ്ക് യു സോ മച്ച്. 40 റുപ്പീസ് ഉപയോഗിച്ചാൽ ഇത് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. നിങ്ങൾക്കൊക്കെ ഈ ക്യാബിൻ വ്യൂ ആണോ ഇഷ്ടം? നിങ്ങൾക്ക് വെളിയിൽ നിന്നുള്ള POV കാണണ്ട. എനിക്ക് അതാ കുറച്ചുകൂടി ഇഷ്ടം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാം. അയ്യോ എന്തിനാ പിടിച്ച? യെസ്, എന്തിനാണ് ഞാൻ ഞെക്കിയത്? നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്കൊക്കെ എപ്പോഴേലും സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ഞാൻ സെറ്റ് ചെയ്യും, ഉറപ്പായി സെറ്റ് ചെയ്യും. ഇത് സംസാരമില്ല. ഞാനിത് PC എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് ഡ്രൈവ് മറ്റേ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച സാധനം എന്റെ കൂടെ എല്ലാ പിള്ളേന്മാരെ കൊണ്ട് ഞാൻ ഇതിപ്പിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്ത. ഇത് റേസ് അല്ലേ? ഇത് റേസ് അല്ലായിരുന്നു. ഇത് റേസ് അല്ലേ? അവിടെ ബാക്കിലായിരുന്നു കേട്ടോ. അവിടെ നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലൊരു സെറ്റപ്പ് നിങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്യണം കേട്ടാ. എന്റെ അമ്മ ഇജാതി അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഇജാതിയാണ്. ഗോള് തീർന്നു. ഞാനടുത്ത് ഗോൾഡാ. ഗൈസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. 30 മിനിറ്റ് അല്ലല്ലോ, 3 മണിക്കൂർ. ഹായ്. നിങ്ങൾക്കൊക്കെ സത്യം പറയാലോ ഗൈസ്, ഇത് എന്തിന് സാധനം എന്ന് പറയും. ഇത് എല്ലാവർക്കും ഒരു ഭയങ്കര റിലാക്സിങ് സാധനമാണ്. പറയാതിരിക്കാൻ വയ്യ. പൈസ ഇല്ലാന്ന് എടാ എനിക്കറിയാം, മനസ്സിലായത് അത്രയ്ക്ക് ഈസി ആൻഡ് അഫോർഡബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഇത് നിങ്ങൾ വാങ്ങിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയാ, ഈ ലോഗിടെക്കിന്റെ G29 പോലത്തെ നോർമൽ വെർഷനിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയരുത്. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ടോപ്പ് എൻഡ് സാധനങ്ങൾ വാങ്ങിക്കണം. മോസ അല്ലെ ത്രസ് മാസ്റ്ററോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണം. അത് നമുക്കൊരു ഇവന്റ് കളിക്കാം. ഇവന്റ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു ബോട്ട് വെട്ടിയാണോ. മോബിന്റെ പിങ്ക് ചട്ടി താങ്ക് യു സോ മച്ച്. അത് 40 അണ്ണാ ഗെയിമർ മാൽബ്രോ ഡേവിസ് ചെയ്യുന്ന അവരോട് ചോദിക്കുക, എല്ലാം ഫിക്സ് ആക്കി തരും. ഞാൻ സംസാരിക്കാൻ പോകാം അവരോട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എന്തൊരു ബോട്ട് വട്ടിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും. വാടാ
എന്തിന് പറ്റല്ലടാ, ഇതാ പോയിക്കാത്തോടെ തന്നെ പോണം കേട്ടാ. ഭാഗ്യം 9-ാമതാ, വലിയ താഴെയല്ല. കിട്ടൊന്നും ചെയ്യാൻ അറിഞ്ഞുവിടറാ എനിക്ക്. ഞാൻ അതൊക്കെ പഠിക്കണതേ ഉള്ളടാ. മമ്മി ലൈവാ. ആ പോയിട്ട് വരാൻ പറ അവനെ അടുത്ത്. ഞാൻ ലൈവാ. വരും, ഞാൻ വിളിച്ചോളാം. ആ ഭാഗ്യം 10-ാമതായേ. ഇത് എങ്ങനെ ഓടിക്കൂടെ? ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. നമ്മൾ അതിനകത്ത് പോയി ഓരോ കമന്റ് ഒക്കെ ഇടൂലേ. സ്റ്റിയറിംഗിന്റെ കൈമില് മറ്റേ ജെർക്കിംഗ് അളിയാ പത്താമതെത്തിയ പ്രോഗ്രസ് ഉണ്ട്. 6-ൽ 10-ലെത്തി. അത്രയുടെ വാ കേറാ പോലെ വാടാ. അയ്യോ വലിയ എന്തോ വള വരുന്നത്. വണ്ടിയുടെ ഒരു 1/2 കിലോ പാർട്സ് അവിടെ പോയേ. ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കണ്ട. ആകെ 10 പേരേ ഉള്ളൂ. അതിൽ 10-ാമത്. ഇത് കണ്ട, ഞാൻ വെറുതെ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് ആഡ് ചെയ്തതാ. 1-ാം സ്ഥാനത്ത് ബോട്ട് ഡ്രൈവറിന്റെ പേര് MRC ഗോഗു, 2-ാമത് ട്രിക്കി ഗോഡ്, 3-ാമത് വില്ലത്തി, 4-ാമത് മല്ലു വൈനർ. എഡ്ജിനൗട്ട് കംപ്ലീറ്റ്ലി. അതെ പോയി. ഹലോ ബ്യൂട്ടി അവന് അവിടെ 916. അതെ ഗൈസ്, ഇതാണ് ഈ ഗെയിമിന്റെ ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ട്രക്ക് സിമുലേറ്റർ ഒക്കെ എടുത്തു തന്നാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയത്തില്ല. അതാണ് പ്രശ്നം. സ്നോ റണ്ണർ, ട്രക്ക് സിമുലേറ്റർ ഇതൊക്കെ ഞങ്ങൾ എടുത്തു തന്നാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് കൺഫ്യൂഷൻ. ഹാൻഡ് ബ്രേക്ക് യൂസ് ആക്കി ബ്രോ, ഇത് ഹാൻഡ് ബ്രേക്ക് അല്ല, ഇത് സീക്വൻഷ്യൽ ഷിഫ്റ്ററാണ്. ഇത് ഹാൻഡ് ബ്രേക്ക് അല്ല. ഹാൻഡ് ബ്രേക്ക് വരുന്നതേ ഉള്ളൂ, ഹാൻഡ് ബ്രേക്ക് ഓർഡർ ആക്കിയതേ ഉള്ളൂ. എനിക്ക് ഈ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റ് ആകാം. എടാ ഇതെന്റെ ഫസ്റ്റ് ഡേ ആടാ, വെച്ചിട്ട് ഇന്നാടാ ഓപ്പൺ ചെയ്യണേ. എനിക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അതല്ലേ ഡ്രൈവിംഗ് സ്കൂളൊന്ന്. അയ്യോ, നമുക്കൊരു കാര്യം ചെയ്യാം. പക്ഷെ ഈ റേസ് നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റില്ല. ഇതൊരു മൂഞ്ചിയ വണ്ടി, ഇതൊരു മൂഞ്ചിയ ഇതുമാണ്. ഇത് വേണോ? ഇന്ന് ഞാൻ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകും.
മനസ്സിലായോ? ഇന്നൊരു ലൈവായിട്ട് കൂട്ടണം നിങ്ങൾ, എന്നിട്ട് അടുത്ത ദിവസം തൊട്ട് ഞാനൊരു പ്രോപ്പർ ഒരു ലൈവ് വരാം. എന്ന് വെച്ചാൽ ഇതെല്ലാം ശരി, ഇത് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇതാവുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ലൈവ് ഇട്ടത്. ട്രക്ക് സിമുലേറ്റർ, ഓക്കെ. അപ്പോൾ ട്രക്ക് സിമുലേറ്റർ ഞാൻ എടുക്കാം, പക്ഷേ നിങ്ങൾക്ക് അത് എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ട്രക്ക് സിമുലേറ്റർ ലോഞ്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. Dominate the Rift with Opera GX. Install any official LoL esports mod from GX Store to unlock bonus content and features. Browse the collection and choose a mod. Open GX Corner and scroll to the Riot section with a brand new co-streaming hub. Set your language and choose a stream. Only on the browser for gamers. Only on Opera GX. വന്നോ? ഇപ്പൊ വന്നോ നോക്കിയേ. ഞാൻ അതുകൊണ്ടാണ് ഒരു ടെസ്റ്റ് സ്ട്രീം എന്നുള്ള രീതിയിൽ ഇട്ടത്. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന്. LMU എടുക്കുന്നു. LMU എന്താ? സ്റ്റിയറിംഗ് വീലിന്റെ മോഡലാണോ? വന്നോ ഗൈസ്, വന്നോ. യെസ്, സെറ്റ് വന്നു. വനാബ്രോ, താങ്ക് യു സോ മച്ച്. 184 വനാബ്രോ, വനാബ്രോ. അണ്ണാ കിക്കില് ട്രക്സ് ലൈവ് വെച്ചു. അപ്പം എത്രയാ നോക്കാം. 184 AED 4664. Okay. പ്രൈവറ്റ് ബസ് പ്ലേലിസ്റ്റ് ഒക്കെ ഇട്ട് ഓടിക്കാം. അത് സത്യമല്ലേ? സത്യമാണ്, അത് നമുക്ക് ഓടിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇനി ഓടിക്കാം. പക്ഷെ കിക്കില് ലൈവ് എന്ന് പറഞ്ഞാൽ മറ്റേ ബാക്കിലിരിക്കുന്ന PC-യിലാണ് ഞാൻ കിക്കിന് ലൈവ് വരുന്നത്. ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാ. നമുക്ക് ഇതിനകത്തെ ഒരു ക്വിക്ക് ജോബ് വല്ലതും എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഞാനൊരു ക്വിക്ക് ജോബ് എടുക്കട്ടെ. ഇതെന്താ ഗൈസ്, നിങ്ങൾക്ക് കാണാമോ എന്തേലും? വണ്ടി സ്റ്റാർട്ടായതാണല്ലേ ഗൈസ്, നിങ്ങൾക്കെല്ലാം കാണാവോ? ഓക്കെ അല്ലേ? ലൈറ്റ് ഇട്. ലൈറ്റ് ഇട്ട്. ഹൈ ബീം. നിക്ക്, ഞാൻ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇതിനകത്ത് എന്താ ലോഡെന്ന് നോക്കിക്കോട്ടെ. കണ്ടെയ്നർ എന്തോ ആണ് കേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു പാട്ടൊക്കെ ഇട്ടൊക്കെ പോവാം. ഒരു നല്ല പാട്ട് പറ. ഒരു പാട്ട് പറഞ്ഞേ ഗൈസ്. വണ്ടി ഓടിക്കുമ്പോ ഇടാൻ പറ്റിയ പാട്ട്. പറഞ്ഞേ. ഏത് പാട്ടിടും? ക്ലച്ചുണ്ടോ? കോപ്പിറൈറ്റ് അല്ലേ വേണ്ട, നമുക്ക് സംസാരിച്ചു പോവാം. തൽക്കാലം സംസാരിച്ചു പോവാം. അതാണ് നമുക്ക് സെറ്റ് ആവുമ്പോ. ഞാൻ ഈ ഫോൺ എങ്ങോട്ടേലും ഒന്ന് സെറ്റിലാക്കി വെച്ചോട്ടെ. വണ്ടി ഓടിച്ചു പോയി. ഹലോ. ഇത് എങ്ങോട്ടാ ഇരിക്കുന്ന ഇപ്പോ? ഇതിന് ഹെഡ്ലൈറ്റ് ഇല്ലേ? ഇത് ഒടിയൂലേ ഇത്? ദേ അത് അങ്ങോട്ട് പോണേ.
നിങ്ങൾക്ക് മാപ്പ് കണ്ടുകൂടാ അല്ലേ? ആ അത് പറ, നിങ്ങൾക്ക് മാപ്പ് കണ്ടുകൂടാ. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് മാപ്പും കാണാം, എല്ലാം കാണാം. ഒരു വണ്ടി ക്യാബിൻ ലൈറ്റ് ഇടണ. ക്യാബിൻ ലൈറ്റ് ഒക്കെ ഉണ്ടോ? ക്യാബിൻ ലൈറ്റ് ഇട്ടാ എങ്ങനെ വണ്ടി ഓടിക്കും ഞാൻ? മാപ്പ് കാണാമോ? എല്ലാം കാണാമോ നിങ്ങക്ക്? മാപ്പ് എല്ലാവർക്കും കാണാവോ? അങ്ങനെയാണ് സെറ്റ്. നിങ്ങൾക്ക് ഫുള്ള് കാണുന്നുണ്ടോ? അപ്പം എന്റെ സ്ക്രീനില് ബാക്ക് സൈഡ് ഇതും എല്ലാം കാണുന്നുണ്ടോ? KSEB ഒരു പോസ്റ്റ് ഇടിച്ചിട്ടേ. ബാക്കി തട്ടിയില്ല. എല്ലാം ഒന്ന് പറഞ്ഞേ, നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേ. സ്റ്റിയറിംഗ് ഡിലേ ഉണ്ടെന്നോ? സ്റ്റിയറിംഗ് ഡിലേ ഇല്ലല്ലോ. സ്റ്റിയറിംഗ് ഡിലേ ഉണ്ടോ? ഞാൻ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലൈവ് വന്നത്. ഡിലേ ഉണ്ടെണ്ണ. ഞാൻ ഇൻഡിക്കേറ്റർ ഒന്നും സെറ്റ് ചെയ്തില്ലടാ. ഇവിടെ റെഡ് സിഗ്നൽ ആയിരുന്നല്ലേ? എടുത്തു വെക്കാൻ എന്തായാലും. അവിടെ നിൽക്കണം, വെയിറ്റ് ചെയ്യും. ഇത് അർജന്റ് ആയിട്ടുള്ള കണ്ടെയ്നറാ, പെട്ടെന്ന് എത്തിക്കണം. വണ്ടിയുടെ 1 കിലോ പെയിന്റ് പോയി. എന്താ തിരിയാത്ത? അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഒരു സെക്കൻഡ്, ഞാൻ മോസയുടെ ഇതിനകത്ത് ട്രക്ക് ആക്കിക്കോട്ടെ. ഒരു സെക്കൻഡ്. സ്മോൾ ട്രക്ക്. ഓക്കെ, പേടിച്ചു പോയി സത്യം ഞാനും. ഇനി കണ്ടോ, ഇനി പോണ കണ്ടോണേ ട്രക്ക്. ഇനി ട്രക്ക് പോണ പോക്ക് കണ്ടോണേ. പക്ഷെ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഗൈസ്, ഇപ്പൊ ഗിയർ വീഴുന്നത് 3-ന്ന് 5-ലോട്ടാ. ഞാനിപ്പോ 3-ലാ ഇട്ടേക്കുന്നത് എന്റെ ഇതില്, അത് 5-ലോട്ടാ വീഴുന്നത്. ഇപ്പൊ ഞാൻ 4-ലോട്ട് ഇട്ടപ്പം ഗിയർ 7-ല് വീണ്. ഇതെങ്ങനെയാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഷെബി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 200 rupees സൂപ്പർ ചാറ്റ് ബ്രോ. ലെക്സിനോസ് നോൺ കോപ്പിറൈറ്റ് സോങ്സ്. കോപ്പിറൈറ്റ് സോങ്സ് ഇടാം. ഞാനൊന്ന് ഇതൊന്ന് പഠിച്ചോട്ടെ, നിങ്ങളുടെയൊക്കെ കൂടെ ഒന്ന് എന്തൊക്കെയാണ് ഇതിനകത്ത് പോരായ്മകൾ എന്നൊക്കെ എനിക്ക് അറിയണം. എന്നിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ. ഗിയർ മാറ്റി ഗിയർ ഇപ്പൊ ഏതിലാ? 9ാമത്തെ ഗിയറിലാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ വണ്ടിക്ക് ഇടത്തോട്ടും വലത്തോട്ടും ഒരു പിടുത്തമുണ്ട്. ആ പുല്ലിനകത്തൊക്കെ കയറിയാ വേറെന്ത് ചെയ്യാൻ പറ്റും? ട്രെയിലറിന്റെ ഒക്കെ ഗിയർ 2 ആയിട്ടാണ് പോണേ. അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. അതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല. ലോഡ് കൊണ്ട് പോകാനില്ലേ? ഇത് പകലാവൂല്ലേ, കണ്ണും കാണൂല. അതാ ഞാൻ പറഞ്ഞ കേസ്, നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ കാണുന്നില്ല, നിങ്ങൾക്ക് മിറർ കാണുന്നില്ല, എന്റെ ഇതൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മിറർ ഒന്നും കാണുന്നില്ല. ക്യാബിനിലെ മാപ്പ് മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. ഹെവി ലോഡ് വണ്ടിയാണേ, നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാ. ഇതെത്ര? ഇനി 8 മണിക്കൂറും 15 മിനിറ്റ് 597 കിലോമീറ്റർ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാത്രി 9:30 ലൈവില്. ഹലോ, ഓക്കെ. ഇത് നേരെ പൊക്കോണ്ടിരുന്ന വണ്ടിയാണ്. ഇതെങ്ങനെ റാഷ് ഷേപ്പിലായെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ഇതെങ്ങനെ നോക്കും? ഇത് ഏത് സൈഡിൽ നിന്ന് ഞാൻ കാല് കൊടുത്താൽ ഈ വണ്ടി നൂരും? അതാ എന്റെ ചോദ്യം. ഫസ്റ്റ് ഇട്ടു. ഓ, നമ്മള് കലൂരുണ്ടാക്കി അത്ര ഒരു
ബ്ലോക്ക് ആയില്ല ഏകദേശം. ഇത് എങ്ങനെ തിരിക്കൂടാ ഇത്? റിവേഴ്സിൽ ടേൺ ചെയ്യുന്ന റിവേഴ്സ് ഇട്ടാ വരൂ വണ്ടി. വാ 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 വാ. ആ ഇനി തിരിച്ചോടിക്കട്ടെ ഒരു മിനിറ്റ്. ഓ ഈ ലോറിയൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാരെയൊക്കെ കണ്ടാ, ഒരുത്തൻ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് അവൻ പോയി. തിരി 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 പാടം തിരി തിരി. അതിന്റെ ഇടയ്ക്കൂടെ ഒരുത്തം ഒരു വട്ടം റിവേഴ്സ് എടുത്ത് വരിക. പൊക്കോണേ പൊക്കോണേ, ഇനി പോ 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 പോ. ഫോൺ നോക്കി വണ്ടി ഓടിക്കല്ലേ അണ്ണ. മനാപുറം അറിയാതെ ഫോൺ നോക്കിയതാ. ഇത് ഇവനൊന്ന് എടുത്തോണ്ട് റിവേഴ്സ് 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 റിവേഴ്സ്. പിടിച്ചു നീക്കായി. ഇത് റിവേഴ്സിലാണ് കിടക്കണേ. ഇത് റിവേഴ്സിൽ നിന്ന് മാറുന്നില്ലടാ. ആ ആ ആ വണ്ടി ദൂരം പ്ലീസ് 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 പ്ലീസ്. കഷ്ടമുണ്ട് കഷ്ടമുണ്ട് കഷ്ടമുണ്ട്. ഒത്തിരി ദൂരം പോകാനുള്ള പ്ലീസ് പ്ലീസ്. ആ ആ ആ നൂറ് 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 നൂറ്. ലെറ്റ്സ് ഗോ. വാടാ 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 ഇനി വാടാ. നമ്മളെ വെട്ടിച്ചേ ഒരുത്തൻ നമ്മളെ ഇടിച്ചിട്ടൊരു ലോഡും കൊണ്ട് പോയായിരുന്നു. ഒന്നി എന്റെ ലോഡ് അവന്റെ മണ്ടയ്ക്ക് ഇറക്കും ഞാൻ. അവനെന്തായാലും ഞാൻ ഇറക്കാൻ സമ്മതിക്കൂല. വാടാ പൊട 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 പൊടെ. അവനെ എന്റെ ലോഡ് തെള്ളിക്കളഞ്ഞിട്ടാ പോയത്. അവനെ ഞാൻ പിടിക്കും, അവനെ ഞാൻ പിടിക്കും. ഇതിന്റെയൊക്കെ വണ്ടിക്ക് എങ്ങനെയാണ് ഇത്ര സ്പീഡ് വരുന്നേ? നമ്മുടെ വണ്ടിക്ക് എഞ്ചിൻ ഇല്ലേ? അഹങ്കാരം. നമുക്ക് എഞ്ചിൻ ഇല്ലടാ ഇതിന്. ഇത് എന്താ ഇത് ഇത് എന്തിന്റെ എഞ്ചിനായിരിക്കും? ഇത് എന്തിന്റെ എഞ്ചിനാണ് നമ്മുടെ അകത്ത് ഇരിക്കുന്നത്? നമ്മളിപ്പോ 9ാമത്തെ ഗിയറിൽ പറന്ന് പൊക്കോണ്ടിരിക്കണം. ഇതിൽ കൂടുതൽ സ്പീഡില്ല ഈ വണ്ടിക്ക്. ഒരു കാറാണ് അഹങ്കാരം കണ്ട. ഗിയർ മാറണം, ഗിയർ മാറി. ഇനി ഗിയറില്ല വണ്ടിക്ക്, ഇനി ഗിയറില്ല. 11 ഗിയറായി. ഇനി ഗിയറില്ല വണ്ടിക്ക്. ആ ഇപ്പഴാ സ്പീഡെത്തിയ. നമ്മൾ സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞിട 96-ലെത്തി. വാടാ വാടാ. അവന്റെ NHS കെമിക്കൽ. വാടാ വാടാ വാടാ. നീ പറന്ന് എങ്ങോട്ടാ പോന്നെ? എനിക്കും ധൃതിയുണ്ട്. ആ ആ ആ അത് കഴിയല്ലായിരുന്നോ? അത് അവന്റെ തട്ടല്ലേ 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 തട്ടല്ലേ. ആ തട്ടി. ആ ഞാൻ ഡ്രൈവർ സെറ്റായി കേട്ടോ. ഞാൻ സെറ്റ് ഡ്രൈവറായി, ട്രെയിലർ ഡ്രൈവറായി. ഞാൻ പറഞ്ഞല്ലേ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ കമന്റ് ഇടലത്. ഇത് എങ്ങനെയെങ്കിലും എത്തിക്കാൻ ഒരു മിനിറ്റ്. ഇത് പിന്നെ കൊഞ്ച് ഷേപ്പിലായി. ഇത് ആ ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവൂല. എടാ ഒന്ന് നിക്കടാ.
പിന്നെ അങ്ങ് തിരിഞ്ഞ് അങ്ങനെ അങ്ങ് പൊക്കോണം. വണ്ടി നിക്ക്. അങ്ങനെ ഏകദേശം. ഇത് പിന്നെ എങ്ങോട്ടാ തിരിയണേ? ചുമ്മാ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇത്ര ലോഡ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കമന്റ് ഇടരുത്. അത് കമന്റ് നോക്കണോ അതോ ഞാൻ വണ്ടി ഓടിക്കണോ? ഏതെങ്കിലും ഒന്നല്ല ചെയ്യാൻ പറ്റുള്ളൂ. ചില്ലറയാണോ? ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇനി ഒരു സത്യം പറഞ്ഞുതരാം. ഇപ്പൊ ഈ ലോഡ് കൊണ്ട് കൊടുക്കുമ്പോൾ ആകെ കിട്ടുന്ന $1000 വണ്ടി ഇടിച്ചതും പെനാൽറ്റി, നാട്ടുകാർ ചത്തതും, അവർക്ക് ഇൻഷുറൻസിന് കൊടുത്തതെല്ലാം ചേർത്ത് ഈ വണ്ടി അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇനി $2000 ഞാൻ അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലായ? എന്തുകൊണ്ടും ലാഭമായിട്ടുള്ള ഒരു ട്രിപ്പ്. വണ്ടിയൊക്കെ അഹങ്കാരം കണ്ടില്ലേ, വണ്ടി ഓടിക്കാൻ അറിയാവുന്നതിന്റെ. സെൻസിറ്റിവിറ്റി കൂട്ടും വെച്ചാൽ ഞാൻ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ടേക്ക് ബ്രോ. ട്രക്കിന്റെ ഇതിലാ ഇട്ടിരിക്കണേ. ചില്ലറ അഹങ്കാരമാണ് അതിനൊക്കെ. വണ്ടി ഓടിക്കാൻ അറിയാവുന്നതിന്റെ. ഇത് കയറണ ബാക്കിന്ന് ഞഞ്ഞാണ്ട് വരുവാണ് അവൻ. ധൃതി എന്തോ ഇത്ര? ഞാൻ 2 ട്രാക്കിൽ കൂടെ മാറി പോകണം. ഒറ്റ പുറകിലുള്ള ഒറ്റ വണ്ടി നമ്മൾ മുന്നിൽ കയറാൻ പാടില്ല കേട്ടോ. ഇനി 16 ഗിയർ ഉണ്ട്.